എന്ന് നമ്മൾ പൊളിക്കും. അവൾ ഇത്രയും നേരം റിസർച്ച് ചെയ്ത് അപ്പുറത്തെ ടേബിളിലെ ഫുഡ് കണ്ടുപിടിച്ച് ഇവിടെ വരുവാണ്. 1 മണിക്കൂർ ഇരിക്കണം. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം ഗൈസ്. എല്ലാ കടയിലും പോയി ബിരിയാണി ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. എന്റെ സൈഡിൽ കൊണ്ട് വെച്ചാൽ തുറന്നു. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു മീറ്റപ്പ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊല്ലത്ത് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കാണാത്ത ഓടിപ്പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വിശപ്പായിട്ട് നേരെ നമ്മുടെ കൊല്ലത്തുള്ള കോഹ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. എനിക്കതിൻ്റെ പേരിങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കട മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് ജോയോ മേധോ എങ്ങാണ്ട് ഇവിടെ കയറിയിട്ടുണ്ട്, നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നയാ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. ചെന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കയറി ചെന്നപ്പോഴൊക്കെ. പിന്നെ അതുപോലെ തന്നെ അവിടെ ലൈവായിട്ട് ഫുഡൊക്കെ എന്തോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കണ്ടൊക്കെ ഓർഡർ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫസ്റ്റ് ഞങ്ങൾ മെനു കാർഡ് ചോദിച്ചു. മെനു കാർഡ് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു. 2-3 മെനു കാർഡൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളത് പിന്നെ ഒരു പഠനമായിരുന്നു ഗൈസ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും ഞങ്ങൾ ഇത്രയും പേര് ഇങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത്. ഞങ്ങൾ അറഞ്ചം പുറഞ്ചം അതിൻ്റെ ഓരോ പേജും മറിച്ച് നോക്കി. എന്തൊരു കോമഡി ആണെന്ന് അറിയാം, കാരണം ഒടുക്കത്തെ റേറ്റ്. അതുപോലെ തന്നെ മിക്കതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. കുറച്ച് പേരുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്ക് അറിയാമെന്നല്ലോണ്ടേ പറ. ഹരീസ, താഹിനി, എവിടെ ചെന്നാലും ബിരിയാണി മാത്രം ഓർഡർ ചെയ്യുന്ന എൻ്റെ കണ്ണുകൾ ബിരിയാണി ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളൊരു പ്ലാറ്ററായിരുന്നു ഓർഡർ ചെയ്തത്. ചിക്കൻ പ്ലാറ്ററായിരുന്നു സംതിങ് ഓർഡർ ചെയ്തത്. പക്ഷേ അതിൽ അവസാനം എത്തിച്ചേരാൻ കുറച്ച് പാടുപെട്ടു. കാരണം കടലിലുള്ള സാധനങ്ങൾ ഇങ്ങനെ കിടക്കുക. എന്ത് ഓർഡർ ചെയ്യണം? ഞങ്ങൾക്ക് അതിൽ ഒരുപാട് കഴിക്കണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവസാനം ലാസ്റ്റ് നമ്മുടെ ചിക്കൻ പ്ലാറ്റർ ഓർഡർ ചെയ്തു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് ആരും പ്രതീക്ഷിക്കേണ്ട. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഫുഡ് വരൂ. എന്ന് വരും നീ, എന്ന് വരും നീ. നിന്നോട് എക്സ്പ്രഷൻ കാണാറുള്ളത്. അവൾ ഇത്രയും നേരം റിസർച്ച് ചെയ്ത് അപ്പുറത്തെ ടേബിളിലെ ഫുഡ് കണ്ടുപിടിച്ച് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം ഗൈസ്. അപ്പം നമ്മൾ പ്ലാറ്റർ ഓർഡർ ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നമ്മളൊരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫുഡ് വന്നതല്ല. ആദ്യം പ്ലേറ്റ് വന്നു, ഗ്ലാസ് വന്നു, വെള്ളം വന്നു, അങ്ങനെ ഓരോന്നോരോന്നും വരികയായിരുന്നു. ഞങ്ങളാണെങ്കിൽ അപ്പുറത്തെ ടേബിളിൽ അവസാനം ഞങ്ങൾ വന്നു കഴിഞ്ഞവർ അവർ ഓർഡർ ചെയ്ത ഫുഡ് വന്നു, അവർ കഴിച്ച് ടേബിൾ വൃത്തിയാക്കാൻ ആൾ വന്നിട്ട് പോലും ഞങ്ങളുടെ ഫുഡ് വന്നില്ല. കണ്ട ആദ്യമേ പ്ലേറ്റ് വന്നു, പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസ് വരും, അത് കഴിഞ്ഞ് വെള്ളം വരും. വെള്ളം ആ ജഗ്ഗ് പോലും അവരവിടെ വെക്കത്തില്ല. അവരവരുടെ ജഗ്ഗ് തിരിച്ചു കൊണ്ടുപോകണമെന്ന് അവരാ വെള്ളം ഒഴിച്ച് തന്നിട്ട് ജഗ്ഗ് കൊണ്ട് പോയി. ഇനി വെള്ളം വേണമെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ സ്ഥലമായിരുന്നു. കാരണം AC ഒക്കെ കൊണ്ട് ആ ചൂടത്ത് അവിടെ ഇരുന്ന് സംസാരിച്ച് ചില്ല് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. ഫുഡ് താമസിച്ചൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്കിലും ആ നിമിഷം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. പോയി ബിരിയാണി ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. വരും. അവരും കഴിച്ചിട്ട് പോയടി. എടി നമ്മൾ വന്നിരുന്നവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണ് ആ ടേബിളിൽ ആൾക്കാർ വന്നതെന്ന്. ചിലപ്പം അവർ ഓൾറെഡി പ്രിപ്പയർ വെച്ച ബിരിയാണി അങ്ങനത്തെ ഫുഡൊക്കെ ആകുമ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചല്ലേ, അതുമല്ലേ ആയിരിക്കും ഓർഡർ ചെയ്തത്. അപ്പം നമ്മുടെ ചിലപ്പം ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ആത്മകഥം പറഞ്ഞ് സമാധാനിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് താണ്ട വരവായി. ആദ്യമേ കുറേ ഡിപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വന്നു, കാണിച്ചു തരാം, കണ്ടോ.
അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ ചിക്കൻ പ്ലേറ്റിനകത്തുള്ള സാധനം. ഇത് സെമി ആയിരുന്നു, വെച്ചാൽ ഹാഫ് ആയിരുന്നു. ചിക്കൻ വിങ്സ് ഉണ്ട്, നമ്മുടെ ചിക്കൻ അൽഫാം ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റീക്ക്. ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 5 പേർക്ക് എന്താണ് നമ്മൾക്ക് പിന്നെ കുറച്ച് മന്തി റൈസ് ക്വാർട്ടർ പോർഷനോട് ഞങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അത് വേണ്ടി വന്നില്ല. ഇത് തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി. ഞങ്ങൾക്ക് ഈ ആക്രാന്തമല്ലേ ഉള്ളു കാണുന്നത്, ഞങ്ങളൊന്നും കഴിക്കത്തില്ലല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും ഡിപ്പൊക്കെ നല്ലതായിരുന്നു. പിന്നെ സാലഡ് ലെറ്റ്യൂസൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചു. ഒരുപാട് സ്പൈസി അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് ഫ്ലേവർ കുറവായിട്ടേ തോന്നത്തുള്ളൂ. ഇവക്ക് ഇത് തന്നെയാണ് ഏത് വീഡിയോയിലും അത്. എന്റെ സൈഡിൽ കൊണ്ടുവച്ചാൽ തുറന്നേടി തുറന്ന്. അപ്പോൾ ബില്ല് വന്നിട്ടുണ്ട്. റേറ്റ് ഇതാ കണ്ടോ. എന്ന് വെച്ചാൽ നമ്മളൊരു ചിക്കൻ പ്ലാറ്ററിൻ്റെയും അതുപോലെ തന്നെ ക്വാർട്ടർ മന്തി റൈസിൻ്റെ റേറ്റാണത്. അപ്പം നമുക്ക് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേർക്കൊക്കെ ഒരുമിച്ച് വരുന്ന കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര സ്പൈസി ഫുഡൊന്നും അല്ല, ഒരു മൈൽഡ് ഫ്ലേവറൊക്കെ ഉള്ള നല്ല ഫുഡാണ് അവിടുത്തെ കേട്ടോ. ഇതെന്താടി ഇതിനത്ര വണ്ണം, എനിക്ക് ഇത്ര ഞാൻ കുഞ്ഞായിരുന്നല്ല. വെള്ളം പോലും ഇല്ല കൈയുടെ കണ്ട്. ഇത്ര മനോഹരമായ ഇത്ര മോശം ഒരു സ്ഥലത്താണ് നമ്മൾ ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ട് ഞാനും ഏട്ടനോട് എനിക്കൊരു വട്ടം ഇവിടെ വരണം. ഞങ്ങളിതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ഉടനെ അവിടെ വരുന്നൊരു വീഡിയോ ഇടും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി പോയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിരം കേന്ദ്രമായിട്ടുള്ള RP മോളിലോട്ടാണ്. കൊല്ലം ജില്ലക്കാർക്ക് ചിന്നക്കട വന്നു കഴിഞ്ഞാൽ RP മാൾ വിട്ടൊരു കളിയില്ല. ചുമ്മാതെങ്കിലും അകത്ത് കയറും, തണുപ്പിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. ഒന്ന് വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് കയറുന്ന ഇറങ്ങണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറാമെന്ന് കരുതി അങ്ങോട്ട് നേരെ പോവാണ്. അപ്പം അവിടെ കയറുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ. അത് കാണിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊണ്ട് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.